യേശുവേ ആരാധന. നമ്മളോട് സംസാരിച്ച ദൈവത്തിന്റെ ആത്മാവിന് കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിനും നന്ദി പറയാം. നമുക്കിരിക്കാം, ശാന്തമായിട്ടിരിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാ? നമ്മൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഉള്ളവരെ? ഇവിടെ കൂടി ചേർന്നിരിക്കുന്ന ഈ ജനം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാ? ആർക്കും ഒരു ഐഡിയ ഇല്ല. പിന്നെ എന്തിനാ ഇവിടെ വന്നേ? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, ദൈവരാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഇങ്ങനെ അനേക ഉത്തരങ്ങൾ നമുക്ക് പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഒത്തിരി ആൻസേഴ്സ് നമുക്ക് പറയാം. 1 പത്രോസ് 2-ാം അധ്യായം 19 മുതൽ നമ്മൾ വാക്യങ്ങൾ വായിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ വചനത്തിലേക്ക് കടന്നു പോവുകയാണ്. നമ്മൾ ഇത്ര നേരം കർത്താവിൻ്റെ ആത്മാവിൽ ആരാധിച്ചു, കർത്താവിൻ്റെ മെസ്സേജുകൾ കേട്ടു. ഇനി കുറച്ചു നേരം ദൈവവചന ചിന്തയിലൂടെ കടന്നു പോയിട്ട് അടുത്ത ശുശ്രൂഷയിലേക്ക് നമ്മൾ പോവുകയാണ്. 1 പത്രോസ് 2-ാം അധ്യായം 19 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയുടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയുടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ, ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും, അത് അനുഗ്രഹത്തിന് കാരണമാകും. എന്നിട്ട് അടുത്ത വാക്യം കൂടി ഒന്ന് വായിക്കുമ്പോൾ, തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. നമ്മൾ തെറ്റ് ചെയ്തിട്ട് ആവശ്യം പോലെ ഇടി കിട്ടിയിട്ടുണ്ട്, ആവശ്യം പോലെ അടി കിട്ടിയിട്ടുണ്ട്. അത് സഹിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതെന്തിനുള്ള ശിക്ഷയാണ്? എൻ്റെ തെറ്റിനുള്ള, എൻ്റെ പാപത്തിനുള്ള ശിക്ഷയാണ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടോ? ഒരു പ്രതിഫലമില്ല. കിട്ടിയ മുഴയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. പോയ പല്ല് ഒരു ഹോർലിക്സിൻ്റെ കുപ്പിയിലിട്ട് വെച്ചിട്ടും ഗുണമൊന്നുമില്ല. വെറുതെ പറയാം, കിട്ടി, എനിക്കും കിട്ടിയിട്ടുണ്ട്, ആവശ്യം പോലെ ഇടി, ആവശ്യം പോലെ തല്ല് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അന്യായം ചെയ്തിട്ടും അതിന് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ല. എന്നാൽ ആദ്യത്തെ വാക്യം പറയുകയാണ്, ഒന്നുകൂടി വായിച്ചോ, 19-ാം വാക്യം ഒന്നുകൂടി വായിച്ചോ. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, അതായത് നീ ചെയ്യാത്ത തെറ്റിന്, നീ ചെയ്യാത്ത ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് നീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത് എന്താണെന്നാണ് വചനം പറയുന്നത്? ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം, ആ ദൈവചിന്തയോടെ ആ വേദനകളെ നീ ക്ഷമാപൂർവം സഹിച്ചു കഴിഞ്ഞാൽ അത് അനുഗ്രഹ കാരണമാകും, അത് അനുഗ്രഹത്തിന് കാരണമാകും. എന്നാൽ നീ അന്യായം ചെയ്തിട്ട്, നീ തെറ്റ് ചെയ്തിട്ട് നീ സഹിച്ചാൽ അത് പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണവുമില്ല. അടുത്ത വാക്യം വായിക്കുമ്പോൾ, തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. നന്മ ചെയ്തിട്ട്, നമ്മൾ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനായിട്ടൊന്നും എൻ്റെ ഹൃദയത്തിൽ ഒരു തെറ്റും വിചാരിച്ചിട്ടല്ല ഞാനത് പറഞ്ഞത്, ഞാനത് ചെയ്തത്. ഞാൻ നന്മയെ പ്രതീക്ഷിച്ചാണ് ചെയ്തത്. പക്ഷെ എനിക്ക് കിട്ടിയത് എന്താണ്? എനിക്ക് കിട്ടിയ പ്രതിഫലം എന്താണ്? തിന്മയാണ് എനിക്ക് കിട്ടിയത്, സഹനമാണ്, വേദനയാണ്, ദുഃഖമാണ് എനിക്ക് ലഭിച്ചത്. യാതൊരുവിധ ഗുണവും എനിക്ക് ലഭിച്ചില്ല. എങ്കിൽ അത് ദൈവസന്നിധിയിൽ എന്തായി മാറും എന്ന് പറഞ്ഞിരിക്കുന്നത്? അനുഗ്രഹമായി മാറുമെന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചോ ബ്രദറെ. ഇതിനായിട്ടല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്? യാതൊരുവിധ അന്യായവും ചെയ്യാതിരുന്നിട്ടും നന്മ മാത്രം ചെയ്തിട്ടും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? നമുക്ക് തിരിച്ചു ലഭിക്കുന്ന എന്താണ്? എതിർപ്പുകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമാണ്. അതാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. ക്രിസ്തീയ ജീവിതം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടതാ? ചില സഹനങ്ങൾക്ക് കൂടെ വിളിക്കപ്പെട്ടതാണെന്നാണ് ദൈവവചനം പറയുന്നത്. യാതൊരുവിധ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് അല്ലേ? അനുഗ്രഹമാണെങ്കിൽ ബ്രദറെ വാരിക്കോരി കൊണ്ടുപോകാനായിട്ട് ഞാൻ ലോറി വേണമെങ്കിൽ വിളിക്കാം, കുഴപ്പമില്ല. അതിൻ്റെ പൈസ വേണമെങ്കിൽ കൊടുക്കാം, എനിക്ക് സങ്കടമില്ല. പക്ഷെ സഹനങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് ഇത് വിളിക്കപ്പെട്ടതെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പൊയ്ക്കോളാം. അങ്ങനെയാണോ? ക്രിസ്തീയ ജീവിതം ചില സഹനങ്ങൾക്ക് വേണ്ടി കൂടിയാണ് വിളിക്കപ്പെട്ടത്. ഈ സഹനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? രോഗമാണോ സഹനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ആണോ? യഥാർത്ഥത്തിൽ ക്രിസ്തീയ സഹനം എന്ന് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ക്രിസ്തുവിനെ പ്രതി, യേശുവിനെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ ഒരു ഭവനത്തിലെ സുവിശേഷം പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു, നന്മയാണോ നിങ്ങൾ പറഞ്ഞത്, തിന്മയാണോ പറഞ്ഞത്? നന്മയാണ് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ജനത്തോട് ക്രിസ്തുവിനെ കുറിച്ചോ സുവിശേഷത്തെ കുറിച്ചോ നിങ്ങൾ പറഞ്ഞ ആരെങ്കിലും അത് സ്വീകരിക്കുന്നുണ്ടോ? എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് തിന്മയാണ്. എന്താണ്? നിങ്ങളെ മുദ്ര കുത്തും. ഒരു പക്ഷേ നിങ്ങൾ പെന്തക്കോസ്തെന്നോ നിങ്ങൾ മറ്റേതെങ്കിലും വാക്കുകൊണ്ടോ നിങ്ങളെ മുദ്രയടിക്കും. ഒരിക്കലും ഒരു നന്മയായിട്ടുള്ളൊരു വാക്ക് പോലും ചിലപ്പോൾ ആരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. പ്രാർത്ഥനക്കാരെന്ന് പറയുമ്പോൾ, ക്രിസ്തുവിൽ അനുയായി എന്ന് പറയുമ്പോൾ ഒന്നും ആരും നിങ്ങളെ സ്വീകരിക്കത്തില്ല, ആരും നിങ്ങളെ ഏറ്റെടുക്കത്തില്ല.
നിങ്ങൾ നോക്കുമ്പോൾ ചില ക്രിസ്തീയ നേതാക്കന്മാരൊക്കെ ബെൻസിലും BMW പോകുന്നുണ്ട്. അത് കിട്ടുമെന്ന് വിചാരിച്ച ആരും ക്രിസ്തുവിലേക്ക് വരണ്ട. കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് നമ്മളെ പറഞ്ഞത്. നിങ്ങൾ വിളിക്കപ്പെട്ടത് ചില സഹനങ്ങൾ സ്വീകരിക്കാനാണ്. ചിലത് സ്വീകരിച്ചിട്ട് അവരെ അനുഗ്രഹിക്കാനാണ്. നമുക്ക് കിട്ടിയ സഹനങ്ങൾക്കൊക്കെ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? തിരിച്ചു കൊടുത്തിരിക്കുന്നത് എന്താ? ഇന്നലെ വരെ നമുക്ക് കിട്ടിയ സഹനങ്ങൾക്ക് നമ്മൾ തിരിച്ചു കൊടുത്തത് ശാപവാക്കുകളായിരിക്കാം, പ്രാക്കുകളായിരിക്കാം, ദൈവസന്നിധിയിലുള്ള കരച്ചിലുകളും നിലവിളികളും ആയിരിക്കാം. കർത്താവേ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് അവൾ എന്നോട് ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ദൈവമേ അവൻ എന്നോട് ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എതിർവാക്കുകളും ദൈവസന്നിധിയിലേക്കുള്ള കരച്ചിലും അവർക്കുള്ള എതിരെയുള്ള ശാപവാക്കുകളും ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇന്നലെ വരെ കൊടുത്തത്. എന്നാൽ കർത്താവ് പറഞ്ഞത് ഇതിനായിട്ടല്ലോ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വിളിക്കപ്പെട്ടവർ എന്ത് ചെയ്യണമെന്ന് 1 കൊരിന്തോസ് 4:12 പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്തത് എന്ന് അപ്പസ്തോലൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്തി 4:12. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവനാമത്തിൽ ഞങ്ങളെ നിന്ദിക്കുമ്പോൾ ഞങ്ങൾ അവരെന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ കൊടുത്ത സുവിശേഷം സ്വീകരിക്കാതെ ഞങ്ങളെ നിന്ദിക്കുമ്പോൾ പോലും ഞങ്ങൾ അവളെ അനുഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്, അല്ലാതെ ശപിച്ച് ഞങ്ങൾ തിരിച്ചു പോരാറില്ല എന്നാണ് അപ്പസ്തോലൻ പറഞ്ഞത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ സ്വീകരിച്ചോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനേക വ്യക്തികളോട് സുവിശേഷം പറയാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പല വ്യക്തികളോട് പേഴ്സണലി, പലരോട് ഫോണിൽ, പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും എനിക്കൊരു സ്വീകാര്യത കിട്ടിയിട്ടില്ല. പകരം അവിടെയൊക്കെ എന്നെ തഴഞ്ഞ് അല്ലെങ്കിൽ എന്നെ മോശക്കാരനായി മുദ്ര കുത്തിയ സ്ഥലങ്ങളാണ് ഒട്ടനവധി സ്ഥലങ്ങൾ. പക്ഷെ ഞാൻ ആദ്യമൊക്കെ പല വീടുകളിൽ എന്നെ പലരും വിളിച്ചുകൊണ്ട് പോകും. നമ്മുടെ അങ്കമാലി യൂത്തിലെ പിള്ളേർ വിളിച്ചുകൊണ്ട് പോകും. ബ്രദറെ, നമുക്കൊരു വീട്ടിൽ പോവാം. അവരുടെ ബന്ധുക്കാരായിരിക്കാം, അവരുടെ കൂട്ടുകാരായിരിക്കാം. ഇങ്ങനെ പല സ്ഥലത്തും ചെന്ന് കഴിയുമ്പോൾ നിന്ദനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്വീകാര്യതയല്ല കിട്ടിയിരിക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോഴും അവരെ ധ്യാനത്തിന് വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു മേഖലയാണ്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇവരൊക്കെ എന്നോട് പിന്നീട് സംസാരിച്ചിട്ടുണ്ട്. പല വ്യക്തികളും അവരെല്ലാം ദൈവം തൊട്ടിട്ടുള്ള അനുഭവങ്ങളുണ്ട്, ദൈവവചനം അവർ സ്വീകരിച്ച അനുഭവങ്ങളുണ്ട്. ഞാൻ അന്ന് സംസാരിച്ചപ്പോൾ ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്, യേശുവിനുള്ള രക്ഷയെക്കുറിച്ച് പറഞ്ഞുപോയി. ഞാനന്ന് വിതച്ചിട്ടു, പക്ഷെ എനിക്കൊരിക്കലും കൊയ്യാൻ സാധിച്ചില്ല. കൊയ്തത് മറ്റാരെങ്കിലും ആയിരിക്കാം. പക്ഷേ അന്ന് കൊടുത്ത ആ കാര്യം പിന്നീട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഡെസ്റ്റിയ, നീ അന്ന് എന്നോട് സംസാരിച്ച വിഷയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാനത് സ്വീകരിച്ചില്ല, അന്ന് ഞാനത് ഏറ്റെടുത്തില്ല. പക്ഷേ ഒരു പ്രതികൂലം വന്നപ്പോൾ ഞാൻ നിന്നെ ഓർത്തു, ഇന്ന് ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടത് കേൾക്കാനിടയായേ? അന്ന് നിന്ദിച്ചപ്പോഴും അന്ന് എന്നെ എതിർത്ത് പറഞ്ഞപ്പോഴും ഞാൻ കർത്താവിൻ്റെ മെസ്സേജ് കൊടുത്തോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കർത്താവേ, ഞാൻ പറഞ്ഞിട്ട് മാത്രം ഒരെണ്ണം പോലും കേൾക്കുന്നില്ലല്ലോ, ഞാൻ സംസാരിച്ചിട്ട് മാത്രം ഒരെണ്ണം പോലും ധ്യാനത്തിന് വരുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും അസൂയയോടെ നോക്കിക്കൊണ്ടിരുന്ന 1-2 പേരുണ്ട്. ഒന്ന് നമ്മുടെ ഡിനോ ബ്രദറാണ്, 2 നമ്മുടെ വിനീത് ബ്രദറാണ്, 3 നമ്മുടെ രാജു ബ്രദർ. ഇങ്ങനെയുള്ളവരൊക്കെ അസൂയയോടെ ഞാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഇവരൊന്ന് കാര്യമായി, ഡിനോ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും, എനിക്കറിയാം, നല്ല വാചാലനായി പറയും. അങ്ങനെ പറഞ്ഞ് അവൻ ധ്യാനത്തിന് കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ വിനീത് ബ്രദറാകട്ടെ, രാജു ബ്രദറാകട്ടെ കാര്യമായ ഒത്തിരി കാര്യങ്ങളൊന്നും പറയത്തില്ല. ചിലപ്പോൾ 1-2 കാര്യങ്ങളെ പറയത്തുള്ളൂ. പക്ഷേ ഇതേ കൈ പിടിച്ചുകൊണ്ട് ധ്യാനത്തിന് കൊണ്ടുവരുന്ന എനിക്ക് കാണാം. പഴവളത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഇവരുടെ കൂടെ 2-3 പേരുണ്ടാവും. ഞാൻ അപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എൻ്റെ ബാഗ് ഉണ്ടാവും, ഞാനും ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. പക്ഷെ ഇവർ പോയിട്ട് കാര്യമായി സംസാരിക്കാതെ അനേകരെ കൊണ്ടുവരും. ഞാൻ അപ്പോഴും പറയും, കർത്താവ്, ഞാൻ എന്തോരം സംസാരിച്ചേ, ഞാൻ എത്ര കാര്യങ്ങൾ പറഞ്ഞു, ബൈബിളിൽ നിന്ന് എന്തൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു, എന്നിട്ടും എനിക്ക് കിട്ടിയത് അവഹേളനം മാത്രമാണല്ലോ. പക്ഷേ ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, കർത്താവ് അവരെയൊക്കെ, പലരെയും, എല്ലാവരെയും അല്ല, പല വ്യക്തികളെയും ദൈവം ഏറ്റെടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ ആത്മാവിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് പല വ്യക്തികളും. കർത്താവിൻ്റെ വചനം പറയുക, നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും അത് വേസ്റ്റായി പോകാറില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ സംസാരിച്ചിട്ടുണ്ടോ? എൻ്റെ ആഗ്രഹം കൊണ്ട്, എൻ്റെ ഇഷ്ടം കൊണ്ട് സംസാരിച്ചതല്ല, ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ ഒരു വ്യക്തിയോട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അത് ഫലം കാണാതെ തിരിച്ചു വരത്തില്ല. അത് എവിടെയെങ്കിലും ഫലം കാണും. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ അവരെ അനുഗ്രഹിക്കുക. നിങ്ങളെ നിന്ദിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ
അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ട്, അതിന് അനുഗ്രഹമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളോട് പറയുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ എന്ത് ചെയ്യരുത്? ശപിക്കരുത്. കാരണം ദൈവദാസന്റെ ശാപം അത് ഏൽക്കുമെന്ന് ദൈവത്തിന് അറിയാം. നൊന്ത് ശപിച്ചാൽ അത് കാരണത്തോടുകൂടെ നൊന്ത് ഒരുവൻ ശപിച്ചാൽ, അതൊരു സാധാരണ വ്യക്തി ശപിച്ചാലുള്ള കാര്യവും അഭിഷിക്തന്റെ അല്ലെങ്കിൽ ദൈവാത്മാവിലുള്ള ചില വാക്കുകളും അത് എത്രത്തോളം കഠിനമായിരിക്കുമെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ ശാപമേറ്റ സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സോദോം ഗൊമോറ ദൈവത്തിൻ്റെ ശാപമേറ്റ സ്ഥലം. ഇന്നും അവസ്ഥ എന്താണ്? ഇന്നും അത് ശപിക്കപ്പെട്ട് എടുക്കുക. ഈജിപ്ത് ദൈവത്തിൻ്റെ ശപിക്കപ്പെട്ട, ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങിയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ 10 പ്രധാനപ്പെട്ട ശാപങ്ങൾ ഇറങ്ങിയ സ്ഥലമാണ്. ഈജിപ്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? പണ്ട് കാലത്ത് പണിത പിരമിഡ് അല്ലാതെ വേറൊന്നും ഇന്ന് ഈജിപ്തിലില്ല. അവരുടെ ഏക വരുമാനം ഈ പറഞ്ഞ കാര്യം മാത്രമാണ്. ഞങ്ങൾ ഈജിപ്തിൽ സന്ദർശിച്ച് കഴിഞ്ഞപ്പം ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതായത് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നിട്ട് എൻ്റെ കൂടെയുള്ള ഒരു ബ്രദറിൻ്റെ കൈ പിടിച്ച് മുത്തിയിട്ട് ചോദിച്ചത് $1. ഗിവ് മീ $1. ഐ ആം റെഡി ഫോർ എവറിത്തിങ്. $1, ഒരൊറ്റ ഡോളറിന് വേണ്ടി 13 വയസ്സുള്ള ഒരു ബാലിക എന്തിനും തയ്യാറാണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു കൊടുന്ന്, കൈ പിടിച്ചു വലിച്ചിട്ട് എടുത്തിട്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. കാരണം ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത്രത്തോളം ദാരിദ്ര്യത്തിൽ ആ രാജ്യം ഇന്നും കഴിയുക, ഒരു മാറ്റവും ഇല്ല. നമ്മളത് ചിന്തിച്ചു നോക്കുക. ഇന്നും ആ ശാപത്തിന് വല്ല കുറവുണ്ടോ? വല്ല മാറ്റമുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ശപിക്കരുത്, അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചപ്പോൾ നിങ്ങൾ എന്താ തിരിച്ചു കൊടുത്തേ? നമ്മൾ തിരിച്ചു കൊടുത്തേ? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ്, കണ്ണുനീര്, അകമനസ്സ് നിങ്ങൾ ശപിച്ചിട്ടുണ്ടാകാം. പുറമേ ശപിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഉള്ളുകൊണ്ട് ശപിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് പിറ്റേ ദിവസം തുടങ്ങി പ്രാർത്ഥനയാണ്, കർത്താവേ എൻ്റെ സഹോദരൻ അനുഗ്രഹിക്കപ്പെടണേ. അനുഗ്രഹിക്കപ്പെടുമോ? നിങ്ങൾ ആദ്യം കൊടുത്തത് എന്തുവാ? ശാപമാണ്. നിങ്ങൾ വചനം കൊടുത്തിട്ടുണ്ടാവും, സുവിശേഷം കൊടുത്തിട്ടുണ്ടാവും, യേശുവിനെ കൊടുത്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവില്ല, സ്വീകരിച്ചിട്ടുണ്ടാവില്ല, നിന്ദിച്ചിട്ടുണ്ടാവുള്ളൂ, ഏറ്റെടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾ പ്രാർത്ഥനയാ. നിങ്ങളുടെ ഉള്ളുകൊണ്ട് അവരെ ശപിച്ചിട്ട്, നിങ്ങളുടെ അകമനസ്സുകൊണ്ട് അവരെ ശപിച്ചിട്ട് പിറ്റേ ദിവസം തുടങ്ങി പ്രാർത്ഥിച്ചാൽ വരുമോ? വരത്തില്ല, വരാൻ പറ്റത്തില്ല. അവർക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് തുടങ്ങി നിങ്ങൾ ആരെയൊക്കെ ശപിച്ചുവോ, നിങ്ങളുടെ മനസ്സ് എന്തിനെ പ്രതിയൊക്കെ വിഷമിച്ചുവോ, എന്തൊക്കെ വേദനകൾ നിങ്ങൾ സഹിച്ചുവോ, മക്കളെ പ്രതിയാകാം, ആരൊക്കെ ഞങ്ങളെ കഷ്ടപ്പെടുത്തിയോ, എവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് നിന്ദനങ്ങൾ സഹിച്ചുവോ, അവരെല്ലാം ഞങ്ങളിപ്പോൾ ഏറ്റെടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹം അവരുടെ മേൽ, അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, അവരുടെ പ്രതികൂലങ്ങളിലേക്ക് ഞങ്ങളുടെ അനുഗ്രഹം കടന്നു വരട്ടെ. ഞങ്ങളുടെ അനുഗ്രഹം കടന്നു വരട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശു കണ്ണുനീരോടുകൂടെ ഒരു വാക്ക് പറഞ്ഞു, സ്ത്രീകളെ നോക്കി, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. എത്ര വർഷം കരഞ്ഞു? 1800 വർഷത്തിലധികം അവരും അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞു. AD 70-കളിൽ ഇസ്രായേലിനെ തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള നിലവിളിയാണ്. ഇന്നും കരച്ചിൽ മാറിയിട്ടില്ല. സ്വന്തം രാജ്യം തിരിച്ചു കിട്ടി, പക്ഷെ ആ വിലാപ മതിലിൽ പോയി ഇന്നും കരച്ചില്ല. കാരണം അവർക്ക് ദേവാലയം തിരിച്ചു കിട്ടിയിട്ടില്ല. അതിനെ പ്രതിയുള്ള കരച്ചിൽ ഇന്നും മാറിയിട്ടില്ല. പക്ഷെ സ്വന്തം രാജ്യത്തെ, സ്വന്തം മക്കളെ, സ്വന്തം കുഞ്ഞുങ്ങളെ ഓർത്ത് അവർ കരയാൻ തുടങ്ങിയത് 1800 വർഷം കരഞ്ഞു. ഒരു അഭിഷിക്തനെതിരെ കൈ ഓങ്ങിയപ്പോൾ കർത്താവ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ശപിച്ചില്ല. പക്ഷെ ആ വാക്ക് പോലും എത്രത്തോളം കഠോരമായി എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അത് ചിന്തിച്ചിട്ട് നമ്മൾ ദൈവനാമത്തിൽ നിൽക്കുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞേ? നിന്ദനം സഹിച്ചിട്ടും കഷ്ടം സഹിച്ചിട്ടും ഞങ്ങൾ അനുഗ്രഹിച്ചു, ഞങ്ങൾ ആശീർവദിച്ചു. അനുഗ്രഹിക്കുകയല്ലാതെ ഞങ്ങൾ ശപിച്ചിട്ടില്ല എന്നാണ് പത്രോസ് പറഞ്ഞത്. അത് തന്നെയാണ് പൗലോസ് പറഞ്ഞത്. ഇതേ കാര്യം തന്നെ റോമാലേഖനം പറഞ്ഞത്, നിങ്ങൾ ശപിക്കരുത്, നിങ്ങൾ അനുഗ്രഹിക്കണം, ആരെയും നിങ്ങൾ ശപിക്കരുത്. അറിയാതെ നമ്മൾ മക്കളെ ശപിച്ചിട്ടില്ലേ? ഇല്ലേ? ശാപവാക്കുകൾ അറിയാതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ? ഇല്ലേ? ആലോചിച്ച് നോക്കുക. നമ്മുടെ ആദരം കൊണ്ട് നമ്മൾ അറിയാതെ മക്കളെ ശപിച്ചിട്ടുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നശിക്കാനായി ജനിച്ചവൻ, പറഞ്ഞിട്ടില്ലേ?
നശിക്കാനായി ജനിച്ചവൻ, ഈ കുടുംബം നശിപ്പിക്കാൻ ജനിച്ചവൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല. ഈ വാക്കുകൾ അറം പറ്റിപ്പോവും. ഈ വാക്കുകൾ ചെന്ന് പതിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതേ നാവ് കൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. അതേ നാവ് കൊണ്ട് നമ്മൾ ശപിക്കുകയും ചെയ്യും. ഇത് ഏൽക്കാതെ പോകത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മക്കളെ അനുഗ്രഹിക്കണം. ഏതൊക്കെ വ്യക്തികൾ കർത്താവിൻ്റെ നാമത്തിൽ ശപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് ശാപവാക്കുകൾ ഉച്ചരിച്ചിട്ടുണ്ടോ, ഒന്ന് തലയിൽ കൈവച്ച് ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച്, നമ്മൾ ആരൊക്കെയോ ശപിച്ചിട്ടുണ്ട്. കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് ഓർമ്മയില്ലാതെ ഞങ്ങളുടെ വേദനയുടെ നിമിഷത്തിൽ, ഞങ്ങളുടെ ദുഃഖത്തിൽ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ, ഞങ്ങൾ ഏറ്റെടുത്ത ആ വലിയ കഷ്ടതയിൽ കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളിലൂടെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലൂടെ, ഞങ്ങളുടെ നൊമ്പരങ്ങളിലൂടെ അനേക ശാപവാക്കുകൾ ഉച്ചരിച്ചിട്ടുണ്ട്. ശാപത്തിൻ്റെ ഹൃദയത്തിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാക്കുകൾ ശാപമായി മാറി. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ ഞങ്ങൾ വേദനിപ്പിച്ചുവോ, ആരൊക്കെ ഞങ്ങളെ വേദനിപ്പിച്ചുവോ, അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അവരെ വിടുവിക്കണമേ, അവരുടെ മേലുള്ള ശാപങ്ങളെ നീക്കണമേ, അവരുടെ മേലുള്ള കഷ്ടങ്ങളെ നീക്കണമേ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ നല്ല പിതാവേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ നല്ല പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. മത്തായി സുവിശേഷം 5-ാം അധ്യായം 44 മുതൽ യേശു ഇതേ കാര്യത്തിനെ കുറിച്ച് പറയുന്ന വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇവിടെ എല്ലാം നമ്മൾ വായിക്കുന്ന കാര്യം എന്താ? നിന്ദനമേറ്റ് കഴിഞ്ഞാൽ അവരെ അനുഗ്രഹിക്കണം, നിങ്ങൾക്ക് പീഡ ഏറ്റാൽ അവരെ അനുഗ്രഹിക്കണം. ഈ കാര്യങ്ങളെല്ലാം വ്യക്തതയോടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഒന്നുകൂടി വായിച്ചോ മോനെ വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. എങ്ങനെ മക്കളായി തീരും? ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നീ ആരായി മാറും? സ്വർഗീയ പിതാവിന്റെ മകനായി മാറും. ഈ മാതൃക നമുക്ക് കാണിച്ചു തന്ന ഒരാളുണ്ട്. അതാരാ? യേശു തന്നെയാ, അല്ലേ? യേശു വേദനയോടെ പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. അതിൻ്റെ കഷ്ടത അവരേറ്റു. യേശു ശപിച്ചിട്ടല്ല. യേശു എന്താ ചെയ്തത്? വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എന്നാൽ ദൈവപുത്രനെ കർത്താവ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് മുൻപേ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആബേൽ മുതൽ ഇങ്ങോട്ട് സക്കറിയ വരെ നിങ്ങൾ കൊന്ന പ്രവാചകന്മാരുടെ രക്തം നിങ്ങളെ നോക്കി കരയും, നിങ്ങൾക്കെതിരെ തിരിയും. അതിന് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നിങ്ങളൊരു പരിധിവരെ, അത് മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായി കർത്താവിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്. അവിടെ 2 കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതായത്, നിങ്ങൾ നിങ്ങളുടെ പൂർവിക പിതാക്കന്മാർക്ക് വേണ്ടി കല്ലറകൾ പണിയും, അതിന് വലിയ മഹത്വം കാണിക്കും, അതിനുവേണ്ടി നിങ്ങൾ വലിയ അനുസ്മരണം നടത്തും, വലിയ കാര്യങ്ങൾ നടത്തും. എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരെ കൊന്നവരാണ് നിങ്ങൾ, പ്രവാചകന്മാരെ നശിപ്പിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ രക്തം നിങ്ങളുടെ മേൽ ചൊരിയുക തന്നെ ചെയ്യും. അതിന് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒപ്പം ഒരു അനുഗ്രഹം കൂടി കൊടുത്തു. എപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവരെ നിങ്ങൾ സ്വീകരിക്കുന്നുവോ അന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അന്ന് മാത്രമേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ എന്ന് നിങ്ങളത് ചെയ്യുന്നു. ഇസ്രായേൽ ഇന്നും അത് ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവനെ അവർ സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? മിശിഹായെ അവർ സ്വീകരിച്ചിട്ടില്ല, യേശുവിനെ അവർ സ്വീകരിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, അനുഗ്രഹീതൻ, അനുഗ്രഹീതൻ എന്ന് പറയുന്നുവോ അന്ന് അവരുടെ കഷ്ടങ്ങൾ, അവരുടെ വേദനകൾ, സങ്കടങ്ങൾ മാറും. ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവർ അനുഗ്രഹീതൻ എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ നമ്മൾ ദൈവപുത്രനാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ദൈവ മക്കളായി മാറുന്നത്. ഒന്നുകൂടി ആ വാക്യം വായിക്കാമോ മോനെ? 44-ാം വാക്യം മുതൽ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി, നിനക്ക് കഷ്ടമോ പീഡവോ വേദനയോ ദുഃഖമോ തരുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മകനാകണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. യേശു പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ. എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചു? 3 പ്രാവശ്യം, അല്ലേ? യേശു അത് പ്രാർത്ഥിച്ചു.
നമ്മളും കർത്താവിൻ്റെ സന്നിധിയിൽ ഇതേ കാര്യം തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ വേദനകളെക്കുറിച്ച്, നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ച്, നമ്മുടെ കഷ്ടതകൾ, കണ്ണുനീരുകൾ ദൈവസന്നിധിയിൽ കർത്താവ് ഇത് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ അവരെ, ഈ കണ്ണുനീര് തരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിച്ച്, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരായി മാറുമെന്ന് പറഞ്ഞേ? ദൈവമക്കളായി മാറും. കർത്താവിൻ്റെ, പിതാവിൻ്റെ മകനായി, മകളായി മാറും. ദൈവത്തിൽ നിന്നും വെളിപ്പാടുകൾ ലഭിക്കുന്ന, ദൈവിക സ്വരങ്ങൾ കേൾക്കുന്ന മകനായി, മകളായി ദൈവം നമ്മെ ഉയർത്തും. എപ്പോൾ? സഹനങ്ങൾ ഏറ്റെടുത്ത് അവരെ അനുഗ്രഹിക്കുമ്പോൾ. ഒരു പരിധിവരെ നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്, പ്രത്യേകിച്ച് ക്രിസ്തുവിനെ പ്രതി, യേശുവിനെ പ്രതി. രോഗങ്ങൾ കിട്ടിയിട്ട് അത് സഹനങ്ങൾ ഏറ്റെടുക്കുന്നതല്ല, കഷ്ടതകൾ അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രതികൂലങ്ങൾ വന്നിട്ട് ഏറ്റെടുക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി, ദൈവവചനത്തെ പ്രതി, യേശുവിൻ്റെ നാമത്തെ പ്രതി ആരൊക്കെ കഷ്ടങ്ങൾ ഏറ്റെടുക്കുന്നുവോ, വേദനകൾ ഏറ്റെടുക്കുന്നുവോ അവരെ അനുഗ്രഹിക്കുക, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് ഈ ഒരു ശുശ്രൂഷ നമ്മൾ അവസാനിപ്പിക്കുക. ലൂക്കാ സുവിശേഷം 6-ന്റെ 27-28 വാക്യം. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുവിൻ. നേരത്തെ പറഞ്ഞത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ അനുഗ്രഹിക്കുവിൻ, അവരെ ആശീർവദിക്കുവിൻ. ഇവിടെ കുറച്ചുകൂടി കൂടിയാ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. നമ്മളെപ്പോഴും ഒരു മാനദണ്ഡം വെക്കാറുണ്ട്. നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന എന്താ? അവൻ നമ്മളോട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ചെയ്തേ പറ്റൂ, അല്ലേ? നമ്മൾ കല്യാണത്തിനൊക്കെ അങ്ങനെയല്ലേ? അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ 500 രൂപ തന്നതാ, അപ്പോൾ തിരിച്ച് നമുക്ക് 500 രൂപയെങ്കിലും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? അവർ ഇന്ന പരിപാടിക്ക് വന്നതാ, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ക്ഷണിച്ചതാ, അതുകൊണ്ട് നമുക്ക് അവരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? അവൻ്റെ മോളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് എന്നെ വിളിച്ചില്ല, എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഞാനും അവനെ വിളിക്കില്ല, അല്ലേ? അതല്ലേ നമ്മുടെ മാനദണ്ഡം. ഇങ്ങോട്ട് എന്ത് ചെയ്തുവോ അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്യുക. എന്നാൽ ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒന്നുകൂടി വായിച്ചോ മോനെ. എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുവിൻ. അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. അതാണ് നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. നമ്മളെല്ലാം കർത്താവ് കാണിച്ചു തന്ന മാതൃകകളിലൂടെ പോകുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ മിനിസ്ട്രിയിലും, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും. നമ്മളെ ദേഷിച്ചവരെ ആരെങ്കിലും നമ്മൾ എതിർത്തോ? നമ്മൾ തിരിച്ച് ചീത്ത വിളിച്ചോ? അവർക്കെതിരെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയോ? നമ്മൾ സൈലൻ്റ് ആയിരിക്കും. നമ്മൾക്ക് യാതൊരുവിധ പ്രതികാരങ്ങളില്ല, എതിർപ്പുകളില്ല. കാരണം ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ് നമുക്ക് ചെയ്യാൻ ആകെ ഉള്ളൂ, അതല്ലാതെ മറ്റൊരു കാര്യം നമുക്കില്ല. യേശുവും അപ്പസ്തോലന്മാരും കാണിച്ചു തന്ന മാതൃക എപ്പോൾ നമ്മൾ ചെയ്യുന്നുവോ നമ്മൾ ആരായി മാറും? പിതാവിൻ്റെ മക്കളായി മാറും. അതല്ല നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആരാണ്? യൂദാസാണ്, സാത്താൻ്റെ മകനാണ്. മരണമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം.